ഓം ശ്രീ പരമാത്മനേ നമഃ. ഭഗവത്ഗീത 4-ാം അധ്യായം. ജ്ഞാനകർമ്മ സന്യാസയോഗം. 16-17 2 ശ്ലോകങ്ങളെ അധികരിച്ചിട്ട് അല്പസമയം നമുക്ക് മനനം ചെയ്യാം. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യത് ജ്ഞാത്വാ മോക്ഷസ്യ ശുഭാത്. കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതി. ചില കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഭഗവാന്മാർ ശ്രവിച്ചാലും അറിയേണ്ടത് എന്താണ്? കർമ്മങ്ങൾ, വികർമ്മങ്ങൾ, അകർമ്മങ്ങൾ. ഈ പദങ്ങളുടെ താല്പര്യമാണ്, അർത്ഥമാണ് അഴിയാതൊരു കുരുക്കാണ് ഈ 3 പദങ്ങളെക്കുറിച്ചും ഭഗവത്ഗീത ഭാഷ്യകാരന്മാർ സൂചിപ്പിക്കുന്നത്. അഴിയാതൊരു കുരുക്ക്. കർമ്മങ്ങൾ അനവധിയുണ്ട്. ആ അനവധി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തി ആ സന്ദർഭം നോക്കണം. എങ്കിലേ ഏത് ഭാവത്തിലാണ് ആ വ്യക്തി ആ ക്രിയ ആ കർമ്മം ചെയ്തതെന്ന് ബോധ്യമാവുകയുള്ളൂ. ജ്ഞാനം തെളിയുമ്പോൾ കർമ്മം വൈദികമായ ഹോമയാഗാദികളെന്നർത്ഥം. മോക്ഷത്തിന് വേണ്ടിയാണ്, സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ബോധ്യമാകും, ഞാൻ ഇതിൻ്റെ കർത്താവാണ് എന്ന് കർത്തൃത്വ ബോധത്തോടു കൂടി ചെയ്യുന്നത് അതാത് വ്യക്തിയുടെ കർമ്മമാണ്. വ്യക്തിയുടെ വശത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ആശയം, അതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയും. സമഷ്ടിയുടെ വശം ഒന്ന് ശ്രദ്ധിക്കുക. സമഷ്ടിയുടെ വശത്ത് നിന്നുകൊണ്ടൊന്ന് നോക്കൂ കർമ്മത്തെ. പ്രപഞ്ചചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ വശം, ഭാഗം, അതിലൊരു ഭാഗമായിട്ടാണ് ഒരു കർമ്മി ഇരിക്കുന്നത്, ഒരു വ്യക്തി. നമ്മൾ ഓരോരുത്തരും ആ പ്രപഞ്ച ചക്രത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ചുരുക്കം. തിരിഞ്ഞ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഏത് ചലനവും കർമ്മമാണ് പ്രപഞ്ചചക്രത്തിൻ്റെ. അത് നടക്കുന്നത് ആത്മസത്യത്തിലാണ്. ഒരു വ്യക്തി ഞാൻ ഇത് ചെയ്യുകയില്ല എന്ന് ഭാവത്തോടുകൂടി കർമ്മത്തിൽ നിന്ന്, പ്രകൃതി സഹജമായി വരുന്ന കർമ്മത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു മാറുന്നത് വ്യഷ്ടിഗതമായ അകർമ്മമാണ്. പ്രപഞ്ചചക്രം ഉരുളുന്നു. അതിൻ്റെ ഭാഗമായി നടക്കുന്ന ചലനങ്ങളെല്ലാം ആത്മാവിൽ നടക്കുന്നു, തന്നിൽ നടക്കുന്നു. അത്തരം കർമ്മങ്ങളാണവ. എന്നാൽ ആത്മസത്യത്തിന് ഞാൻ അതിൻ്റെ കർത്താവെന്ന വിചാരമില്ല. അപ്പോൾ അത് തത്വത്തിൽ അകർമ്മമായി തീരുന്നു. വികർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം വിരുദ്ധ കർമ്മം എന്നാണ്.
വിരുദ്ധ കർമ്മം, അതായത് നിഷിദ്ധ കർമ്മങ്ങളെല്ലാം വിരുദ്ധ കർമ്മങ്ങളാണ്, നേരെയുള്ള സത്കർമ്മങ്ങളല്ല. ദുഷിച്ച കർമ്മങ്ങളെല്ലാം നിഷിദ്ധ കർമ്മം എന്നാണ് പറയപ്പെടുന്നത്. അതാണ് വികർമ്മം. അതായത് പ്രകൃതിയിൽ കാണുന്ന സഹജമായ കറക്കത്തിൽ നമ്മൾ ഓരോരുത്തരും ഏർപ്പെടുന്ന കർമ്മങ്ങൾ. ആത്മഭാവം, താൻ, ഞാൻ, എൻ്റേത് എന്നുള്ള ചിന്ത പാടില്ല. ഈ 3 പദങ്ങളെക്കുറിച്ചും കർമ്മം, അകർമ്മം, വികർമ്മം അനവധി പണ്ഡിതന്മാർ പല വിധത്തിൽ ചിന്തിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും പരിഗണിക്കാതെ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആത്മഭാവങ്ങളെ വികർമ്മങ്ങളാണ് ദുഷ്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതിനൊരു സവിശേഷതയുണ്ട്. അത് ചെയ്തവൻ പിന്നീട് അതിനെ ചൊല്ലി വിലപിക്കുന്നു, ദുഃഖിക്കുന്നു. വികർമ്മത്തിന് വിധേയനായവർ, വ്യക്തിയായാലും സമൂഹമായാലും, പിന്നീട് അതിനെ ഓർത്ത് ദുഃഖിക്കുന്നു എന്നർത്ഥം. അത് നിഷിദ്ധ കർമ്മമായിപ്പോയി. കർമ്മത്തിന് ശ്രേയസ്കരമായ നിലയിലേക്ക് ഉയരാൻ കഴിയണം. സത്കർമ്മങ്ങളാണ്, ധാർമ്മിക കർമ്മങ്ങളാണ്. അല്ലാത്ത ധർമ്മത്തിന് വിരുദ്ധമായ പ്രവൃത്തികളെല്ലാം ദുഷ്കർമ്മങ്ങളാണ്. അത് പാപമാണ്. പല തലങ്ങളിലേക്കും കർമ്മ അകർമ്മങ്ങളെ നിന്നുകൊണ്ട് അതിൻ്റെ അർത്ഥം ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഗതി ഗഹനമാണ്. അത് അറിഞ്ഞവനെ അതിൻ്റെ ദുഃഖം ബാധിക്കുകയില്ല. എന്തുകൊണ്ടാണ്? അതായത് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ സത്കർമ്മത്തിൻ്റെ ഫലം ഉത്തമമായിരിക്കും, ദുഷ്കർമ്മത്തിൻ്റെ ഫലം ദുരന്തമായിരിക്കും, ദുഃഖപൂർണമായിരിക്കും പരിണാമം. വികർമ്മം അർത്ഥാത് നിഷിദ്ധ കർമ്മമാണെന്നർത്ഥം. പാടില്ലാത്ത പ്രവൃത്തി, അരുതാത്തത്, പാപഭംഗിലമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം വികർമ്മത്തിലാണ് വരുന്നത്. അതിൽ ഏർപ്പെട്ടുപോയ വ്യക്തി പിന്നീട് പശ്ചാത്തപിക്കുന്നു, ദുഃഖിക്കുന്നു. ശരി ഏതാണ്, തെറ്റേതാണ് എന്ന് ഗീത നമ്മെ പഠിപ്പിക്കുന്നു. തെറ്റിനെ തിരുത്തിയിട്ട് ശരിയിലേക്ക് ഉയരാനും കഴിയും. ധർമ്മം അധർമ്മം എന്ന് പറയും. ധർമ്മമാർഗത്തിലാണ് ചരിക്കേണ്ടത്. അധർമ്മം ഒരിക്കലും ആരും ചെയ്തു പോകരുത്. ഗുണം ദോഷം എന്ന് പറയുന്നത് പോലെ സദ്ഗുണങ്ങളാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. ദുർഗുണങ്ങൾ ദോഷം വരുത്തി വയ്ക്കുന്നതാണ്. ബുദ്ധിമാന്മാർ കൂടി കർമാകർമ്മങ്ങളെ പറ്റി ചിന്തിച്ച് കുഴുങ്ങുന്നു. യാതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സംസാര ബന്ധമുക്തനാക്കാൻ കഴിയുമോ? അതാണ് സത്കർമ്മം. എപ്പോഴും ധർമ്മമാർഗത്തിൽ മുന്നോട്ട് പോവുക. അർജുനൻ്റെ ചോദ്യം അതാണ്. ശ്രേയസ് നേടണം, അല്ലെങ്കിൽ നിർവ്വാണപ്രാപ്തി ഉണ്ടാകണം. അതിന് ഏത് മാർഗമാണ് സ്വീകരിക്കുന്നത്? കർമ്മമാണോ അകർമ്മമാണോ അതോ
ദുഃഖപൂർണമായിട്ടുള്ള അസാൻമാർഗികമായിട്ടുള്ള കർമ്മമാണോ മനുഷ്യൻ ചെയ്യേണ്ടത്? ഭഗവാൻ എല്ലാം ചിന്തിച്ചിട്ടാണ് പറയുന്നത്. മനുഷ്യൻ്റെ ചിന്ത പലതരത്തിലാണല്ലോ. ശാസ്ത്രവിഹിതമായ കർമ്മങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ, അതേ അനുഷ്ഠിക്കാനും പാടുള്ളൂ. വികർമ്മങ്ങൾ നിഷിദ്ധ കർമ്മങ്ങളാണ്. കർമ്മം എപ്പോഴും ഭാവിക്ക് ഫലം തരുന്നതാണ്, ഉടനെയല്ല അതിൻ്റെ ഫലം. തലമുറകൾക്ക്, ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് പോലും ഇന്നത്തെ സത്കർമ്മത്തിൻ്റെ ഫലം നല്ല രീതിയിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കർമ്മ വികർമ്മങ്ങളുടെ സത്ത് അല്ലെങ്കിൽ തത്വം അറിയുക, അത് കുറച്ച് വിഷമമുള്ള കാര്യമാണെന്ന് ആചാര്യന്മാർ പറയുന്നു. പ്രപഞ്ചം ഉടലെടുക്കുന്നതും നിലനിൽക്കുന്നതും കർമ്മം കൊണ്ടാണ്. ആദ്യം ചെയ്യേണ്ടത് കർമ്മത്തിൻ്റെ സ്വരൂപം ഗ്രഹിക്കുക എന്നതാണ്, മനസ്സിലാക്കുക. പിന്നീട് അവനവൻ്റെ വർണ്ണാശ്രമധർമ്മത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനത്തിൽ നിരതനാകുക. വേദാദിശാസ്ത്ര നിർദ്ദേശപ്രകാരം ജീവിക്കുക, അതിൻ്റെ സത്ഫലം അനുഭവിക്കുക. നിഷിദ്ധ കർമ്മങ്ങളെ, അതായത് വികർമ്മങ്ങളെ വിസ്മരിക്കണം. സ്വപ്നത്തിൽ പോലും അതിനെക്കുറിച്ച് ചിന്ത പാടില്ല. നിഷിദ്ധ കർമ്മങ്ങളെക്കുറിച്ച് എപ്പോഴും ഊർധ്വമുഖമായിരിക്കണം. ഉന്നതി ലക്ഷ്യമാക്കിക്കൊണ്ട് ഉള്ള ചിന്തയും പ്രവർത്തനവുമായിരിക്കണം മനുഷ്യൻ്റേത്. ആ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം 16-17 ശ്ലോകങ്ങളിലൂടെ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നു. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈശ്വരീയ ഗുണഗണങ്ങൾ നിറഞ്ഞ മാർഗത്തിൽ ചരിക്കുക പറഞ്ഞതിൻ്റെ എല്ലാം പൊരുള്ളതാണ്. അതായത് സർവത്ര, എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരീയ ഗുണഗണങ്ങൾ നിറഞ്ഞ മാർഗത്തിൽ, പാതയിൽ, പന്ഥാവിൽ മുന്നോട്ട് പോവുക എന്ന്. അതീന്ദ്രിയ ജ്ഞാനം എന്നും 4-ാം അധ്യായത്തെ സൂചിപ്പിക്കാറുണ്ട്. അതീന്ദ്രിയ ജ്ഞാനമെന്നും. കർമ്മത്തിൻ്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ്. കർമ്മം, വികർമ്മം അഥവാ നിഷിദ്ധ കർമ്മം, നിഷിദ്ധ കാര്യം, അകർമ്മം, ഇവയുടെ വ്യത്യാസം മനസ്സിലാക്കി ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാം. കർമ്മത്തിൻ്റെ പ്രതീകങ്ങൾ, ബിംബങ്ങൾ, അത് സത്കർമ്മത്തിന് യോജിച്ചതാണ്. നല്ല പെരുമാറ്റം, നല്ല വാക്ക്, നല്ല മൊഴിയും, ശുദ്ധമായ മനസ്സ്, തെളിഞ്ഞ ചിന്തകൾ, ഇതെല്ലാം സത്കർമ്മത്തിൽ വരുന്നുണ്ട്. പ്രയാസമുള്ള, വിഷമമേറിയ കാര്യങ്ങൾ, അതിന് കൂടുതൽ ഗൗരവം കൊടുത്തിട്ട് അതിൻ്റെ പൊരുൾ, അതിൻ്റെ തത്വം അറിവുള്ള ജ്ഞാനികളിൽ നിന്ന് ഗ്രഹിക്കുകയാണ് വേണ്ടുന്നത്. കൃഷ്ണാവബോധം എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാകുന്നു. കൃഷ്ണാത്പരം കിമപി തത്വം അഹം ന ജാനേ. ഭഗവാൻ ശ്രീകൃഷ്ണൻ തത്വങ്ങളുടെ എല്ലാം പൊരുളാണ്.
ആ ഭഗവാനാണ് അർജുനന് ഉപദേശിക്കുന്നത്. പരമപുരുഷനുമായുള്ള തൻ്റെ ബന്ധം എന്താണ്? ഏതൊരു ജീവാത്മാവും ഭഗവാന്റെ നിത്യ സേവകനാണ്. കൃഷ്ണാവബോധമുള്ളവർ ജ്ഞാനികളാണ്. ഗീതാ സൂക്തങ്ങളെല്ലാം ജ്ഞാനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഓരോ ശ്ലോകവും ഓരോ സൂക്തം തന്നെയാണ്. അതെല്ലാം നമ്മെ ദർശിപ്പിക്കുന്നത്, വിരൽ ചൂണ്ടുന്നത് ജ്ഞാനത്തിലേക്കാണ്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. ഈ അവബോധത്തിന് തത്സംബന്ധിയായ പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടുള്ള നിഗമനങ്ങൾ വികർമ്മങ്ങളാണ്, നിഷിദ്ധ കർമ്മങ്ങളാണ് എന്ന് ചുരുക്കം. ഈ രഹസ്യം ഒരു ജ്ഞാനിയിൽ നിന്നും അറിയുക. നിത്യകർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ നരകദുഃഖം അനുഭവിക്കേണ്ടി വരും. കർമ്മത്തിൽ അകർമ്മം. അങ്ങനെ കാണുന്നതിനെ ശ്രീ ശങ്കരാചാര്യൻ പ്രശംസിക്കുന്നു. അതായത് നിഷ്കാമകർമ്മം. ആരും തന്നെ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ ആ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായിരിക്കണമെന്ന് ചുരുക്കം. ഫലമില്ലാത്ത കർമ്മം ശാസ്ത്രം വിധിക്കുന്നില്ല. അസത്തിൽ നിന്ന് സത്തിലേക്കാണ് നമ്മളുടെ പ്രയാണം. ഉണ്മയിലേക്കാണ് നമ്മളുടെ ഗമനം. തിന്മകളെല്ലാം ഇല്ലാതാക്കുക, ഉണ്മ മാത്രം ഉൾക്കൊള്ളുക. ശ്രീ ശങ്കരാചാര്യൻ ആ ആശയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഉണ്മയിൽ നിന്ന് മാത്രമേ മറ്റൊരു ഉണ്മ ഉണ്ടാകുകയുള്ളൂ. മായയിൽ നിന്ന് അല്ല, ഇല്ലായ്മയിൽ നിന്ന് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എല്ലാം പരമമായ ഏക സത്യത്തിൽ നിന്നാണ് സംജാതമാകുന്നത്. ഇല്ലാത്തതിൽ നിന്ന് ഉണ്മ ഉണ്ടാകുന്നതല്ല. കഥം അസതഃ സജ്ജായത്തെ എന്ന ഛാന്തോക്യ ഉപനിഷത്ത് പോലും ചോദ്യം ഉന്നയിക്കുന്നു. ആത്മഭാവങ്ങളെ വളരെ അറിയേണ്ട ചില ദിശാസൂചനകൾ മാത്രമാണ് ഈ സത്സംഗത്തിൽ നമ്മൾ നടത്തിയത്. തുടർന്ന് അടുത്ത സത്സംഗത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി.